ഭദ്രകാളിക്ക് പൂജ എന്ന് കേട്ടിട്ടുണ്ട്. യക്ഷിക്ക് പൂജ ആദ്യമായിട്ട് കേൾക്കുന്നത്. അതെ, യക്ഷിയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. ഈ പൂക്കൾ, വിരിയുന്ന പൂക്കളുടെ കഥകളറിയോ? ഓരോ ധാന്യങ്ങൾക്ക് പിന്നിലും ഓരോ പൂ വിരിഞ്ഞിട്ടുണ്ട്. ആ പൂവിൽ പരാഗണം നടത്തുന്നത് അത് യക്ഷിയാണ്. നമ്മളെ ലക്ഷീകരിപ്പിക്കുന്നത് യക്ഷിയാണ്. ആ യക്ഷിയുടെ വാസസ്ഥാനം യക്ഷനാണ്. യക്ഷൻ ഗന്ധഗുണമുള്ള വൃക്ഷരാജന്മാരാണ്. അതിനകത്ത് ഈ നിൽക്കുന്ന കവുങ്ങ് തൊട്ട് തെങ്ങ് തൊട്ട് പന തൊട്ട് ഏഴിലം പാല തൊട്ട് അത്തി ഇത്തി പേരാൽ അരയാൽ ഞാവൽ ഇലഞ്ഞി എല്ലാം അതിനകത്ത് പെടും. യക്ഷൻ എന്നാണ് ആ വൃക്ഷലോകത്തിൻ്റെ പേര്. അവരുടെ അങ്ങനെ ഒരു കാറ്റഗറി വൃക്ഷങ്ങളുണ്ട്. അതെ, ആ വൃക്ഷങ്ങളാണ് ഈ ഭൂമിയെ ക്ഷാരഗുണം. ഈ ഭൂമി ആക്ച്വലി ക്ഷാരഗുണമാണ്. ആ ക്ഷാരഗുണത്തിൽ നിന്ന് ക്ഷീരഗുണത്തിലേക്ക് ഈ ഭൂമിയെ കൺവേർട്ട് ചെയ്യിക്കുന്നത്, നമ്മുടെ ലാൻഡിനെ കൺവേർട്ട് ചെയ്യിക്കുന്നത് ഇവരാണ്. പാലിൻ്റെ ഗുണത്തിലേക്ക് ഈ ദേശത്തെ കൊണ്ടുവരുന്നില്ലേ, തേനാക്കുന്നില്ലേ, അത് ഇവരാണ് ചെയ്യുന്നത്. നമ്മൾ തെങ്ങിന് ഉപ്പ് കൊടുക്കുന്നുണ്ടോ? തെങ്ങിൻ്റെ ചോട്ടിൽ ഉപ്പിടുന്നുണ്ടോ? ഉപ്പിനെ കൊടുത്തിട്ട് എന്താ ഉണ്ടാക്കണേന്നറിയോ? മധുരത്തെ മേടിക്കും. മുകളിൽ കരിക്കും വെള്ളത്തിന് എന്താണ് ടേസ്റ്റ്? ഉപ്പിനെ കൊടുത്ത് മധുരത്തെ മേടിച്ച് ആണ് നമ്മൾ ജീവിക്കുന്നത്. ഉപ്പാണ് ശരിക്കും ഈ പ്രപഞ്ചം. അതിൽ നിന്നിട്ടാണ് ഈ സാൾട്ടിൽ കൊടുത്തിട്ട് സ്വീറ്റ് ആക്കുന്ന പരിപാടിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ക്ഷാരഗുണത്തിൽ നിന്നും ക്ഷീരഗുണത്തിലേക്ക് പ്രപഞ്ചത്തെ എത്തിക്കുന്നത് നാൽപ്പാമരങ്ങൾ ഉൾപ്പെടെയുള്ള വൃക്ഷരാജന്മാരാണ്. അവരെയാണ് യക്ഷന്മാരെന്ന് പറഞ്ഞത്. യക്ഷികൾ എന്ന് പറഞ്ഞാൽ ആ വൃക്ഷലോകത്തെ, ആ പൂക്കളെ നിറയ്ക്കുന്ന, ഗന്ധഗുണത്തെ ഏക്കുന്ന, മൂക്കുകൊണ്ട് സഞ്ചരിക്കുന്ന മുഴുവൻ പരാഗണകാരികളായിട്ടുള്ള ജീവലോകത്തിനും ഭക്ഷണം ഒരുക്കുന്ന, അവരുടെ ഭക്ഷണശാലകളായിരിക്കുന്ന ആ വൃക്ഷലോകത്തെയാണ് യക്ഷൻ എന്ന് പറയുന്നത്. അതിലൂടെ ജീവിക്കുന്ന പരാഗണകാരികളായിട്ടുള്ള ജീവലോകത്തെയാണ് യക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ യക്ഷി ഒരു ഇടത്ത് താമസിക്കണമെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു വാസസ്ഥാനം ഒരുക്കേണ്ടതുണ്ട്. അതിനാണ് കാവുകളൊക്കെ. പരാഗണകാരികളായിട്ടുള്ള ജീവലോകത്തിന് നമ്മളുടെ മനുഷ്യർക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തിനോ ഒരു കോൺക്രീറ്റിൻ്റെ ബിൽഡിങ്ങിലോ ഒന്നും അവരിയ്ക്കില്ല. അവരിയ്ക്കുന്ന എവിടെയാണ്? തേനുള്ള പൂക്കുലകളിലാണ് ഇരിക്കുന്നത്. ഇത്രയും പേർക്ക് പാടത്ത് വിരിയുന്ന മുഴുവൻ ധാന്യങ്ങളിലും മുഴുവൻ പൂക്കളിലും ധാന്യങ്ങളെ സൃഷ്ടിക്കാൻ പാകത്തിന് പരാഗണം നടത്തണമെങ്കിൽ എത്ര വലിയ രീതിയിൽ ഇവർക്ക് ഫുഡ് കൊടുത്ത് അല്ലാത്ത സമയങ്ങളിൽ ഇവരെ നിലനിർത്തേണ്ടതുണ്ട്. ആലോചിച്ചിട്ടുണ്ടോ? അതെല്ലാം ചെയ്യുന്നത് ഈ വൃക്ഷരാജന്മാരാണ്, ഈ യക്ഷന്മാരാണ്. ആ യക്ഷികളാണ് പരാഗണത്തെ ചെയ്യുന്നത്. ആ യക്ഷന്മാരുടെ കാവുകളാണ് നമ്മളുടെ പിൽഗ്രിമേജായിട്ട് നിറഞ്ഞു നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ ഡാർക്ക് എനർജി 24 അവേഴ്സും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഭൂഖണ്ഡത്തെ, ഒരു ഭൂപ്രദേശത്തെ 24 മണിക്കൂറും ഡാർക്ക് എനർജിയെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാവുകൾ. ഒരു ഡാർക്ക് എനർജിയെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? മഹാവൃക്ഷ പ്രകൃതിയെ കൊണ്ട്, ദുർഗമമായിട്ടുള്ള ചെടികളെ കൊണ്ട്, ദുർഗാഭാവത്തിലുള്ള ചെടികളെ കൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു വള്ളിക്കുടിലൊരുക്കി അതിനകത്ത് ആ ഡാർക്ക് എനർജിയെ ഭദ്രമായിട്ട് ഇരുത്തിക്കൊണ്ട് അവിടെ ഈ വൃക്ഷലോകത്തെ, മഹാവൃക്ഷ പ്രകൃതിയെ കൊണ്ട് പൂക്കളെ വിരിയിച്ച് അതിനു വേണ്ടിയിട്ടുള്ള സസ്യപരിപാലനത്തിലൂടെ അതിനെ ഉയർത്തി, അതിന് കവുങ്ങാണ് കാവുകൾക്ക്. ഈ കാവുകളിലെ പൂജയ്ക്ക് കവുങ്ങിൻ്റെ പൂക്കളില്ലെങ്കിൽ പൂജ പൂർണ്ണമാവില്ല. അത് എത്ര വലിയ തന്ത്രം വന്നാലും. അപ്പോൾ ഇത്തരം പൂക്കുലകളെ കൊണ്ട് അവിടെ നിറച്ച് നിത്യവും വിരിയാൻ പാകത്തിനുള്ള ആ എനർജി തെൻ ചുരത്തുന്ന ഒരു വലിയ ഒരു കൂടൊരുക്കിക്കൊണ്ടാണ് കാവുകളിൽ നിൽക്കുന്നത്. ആ യക്ഷികളെ അവിടെ പ്രതിഷ്ഠിച്ചിരുത്തുകയാണ് നാട്ടിൽ മുഴുവൻ പരാഗണം നടത്താനായിട്ട്. അപ്പോൾ ആ പരാഗണം നടത്തുന്ന ജീവലോകം നമ്മളുടെ വയലുകളിലേക്ക് സഞ്ചരിച്ച് തിരിച്ച് ആ കാവുകളിലേക്ക് തിരിച്ചും സഞ്ചരിക്കും. അങ്ങനെയുള്ള ഇടങ്ങളിൽ നമ്മൾ വീട് വയ്ക്കാൻ പാടില്ല. അപ്പോഴാണ് പോക്കുവരത്തുണ്ടെന്ന് പറയുന്നത്. പരാഗണകാരികളായിട്ടുള്ള ജീവലോകം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കും. പിടികിട്ടിയോ? അവർ ആ കാവിൽ നിന്നും ഈ പാടത്തേക്ക് ഏക്കറേജ് വരുന്ന വലിയ വിസ്തൃതിയുള്ള ആ പാടശേഖരങ്ങളിലേക്ക് നെല്ലുകൾ വിളയുമ്പോൾ അല്ലെങ്കിൽ ഗോതമ്പ് വിളയുമ്പോൾ എന്തു നട്ടാലും അതിനെ എല്ലാം വിരിയിക്കുന്നതിന്, വിളയിക്കുന്നതിന്, ധാന്യങ്ങളാക്കുന്നതിന്, നവധാന്യങ്ങളെ വിളയിക്കുന്നതിനെല്ലാം വേണ്ടിയിട്ട് നിൽക്കുന്ന ഈ യക്ഷികളുടെ പോക്കുവരത്തുള്ള ഇടങ്ങളിൽ തീയിട്ട് കത്തിരിക്കരുത്, അവിടെ വീട് വെച്ച് താമസിക്കരുത്, പുകയടിപ്പിക്കരുത്. അപ്പോൾ അവരുടെ ദിശ മാറി അവർ സഞ്ചരിച്ച് പോകും. അപ്പോൾ പോക്കുവരത്ത്, യക്ഷിയുടെ പോക്കുവരത്തിനെ തടസ്സം നിൽക്കരുതെന്നൊക്കെ പറയുന്നത് ശാസ്ത്രീയ അർത്ഥത്തിലാണ്, അത് അന്ധവിശ്വാസമല്ല.
അപ്പോൾ ഇതിനെല്ലാം എന്താണെന്ന് അറിയുമ്പോൾ മാത്രമാണ് ഭാരതീയർ എന്താ ശാസ്ത്രീയതയിലാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്, എന്തെന്ത് അശാസ്ത്രീയതയിലാണ് എത്തി നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ പനയുടെ ചോട്ടിൽ കിടന്നുറങ്ങരുത്. പന പൂത്ത് കഴിഞ്ഞാൽ യക്ഷിവർഗത്തിൽപ്പെട്ട ഏറ്റവും രൂക്ഷ സ്വഭാവമുള്ള യക്ഷികളാണ് പനയിലെ തേൻ കുടിക്കാനെത്തുന്നത്. മനസ്സിലായോ? അപ്പോൾ അത്തരം ഒരു ഈച്ച കൊത്തിയാൽ മതി ഒരാൾ മരിക്കാൻ. അത്രയും വലിയ പരാഗണകാരികളായിട്ടുള്ള ജീവലോകം ഒന്നിച്ച് തമ്പടിക്കാൻ സാധ്യതയുള്ളിടത്ത് പോയി കിടന്നുറങ്ങരുത്, അവിടെ പോയി ഇരിക്കരുതെന്നൊക്കെ പറയുന്ന അവിടെ യക്ഷി ഉണ്ടെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്.